അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൊയ്ലാരെ, അത് കാന്തപുരത്തിന്റെ കറാമത്തല്ല. കാന്തപുരത്തിന്റെ കള്ളത്തരം ഈ ക്ലിപ്പുകൾ പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മുടികളെ സംബന്ധിച്ചുള്ള നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി നിരന്തരം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ മുമ്പിൽ പലപ്പോഴും ചൂളിപ്പോയ മിസ്റ്റർ കാന്തപുരം മുസ്ലിയാർ 2 3 മുടികൾ എന്നൊക്കെയാണ് സംസാരത്തിൽ പറഞ്ഞത്. ജാലിയവാലയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ വീട് പറയാതെ, മേൽവിലാസം പറയാതെ ഒളിച്ച് കളിച്ച് നടന്നായിരുന്നു. അത് ബഷീർ ഹാജി മുക്കം മുഖേന KKM സൈദി മുഖേനയാണ് ആ വിഷയം ഞാൻ തൊടുത്തുവിട്ടത്. അപ്പോ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഈ ജിഷാൻ ഇളക്കുന്നുണ്ട് എന്ന് കാന്തപുരത്തിന് മനസ്സിലായപ്പോ ഇവനെ സൂക്ഷിക്കണം എന്ന് പറയുന്നതിന് വളരെ പ്രസക്തിയല്ലേ? അത് ഉറപ്പല്ല അയാൾ പറയുന്നില്ലല്ലേ? അതിലെന്താ അത്ഭുതമുള്ള മുസ്ലിയാരെ? റൌഫ് മുസ്ലിയാർ എന്താ അത്ഭുതമുള്ളത്? ഒന്നത്. അതേ പെൺമള വീണ്ടും പറയുന്നു, എന്റെ ഉമ്മാക്കടക്കം ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ആദ്യത്തില്, ഞങ്ങള് ഇതിന്റെ ആളുകളാണ് എന്നുള്ള രീതിയിൽ തിരുത്തി പറയുന്നു. 3 പിടിച്ചോ, ഈ സനത് വ്യാജാണെന്ന് എന്നെ ആദ്യം പരിചയപ്പെടുത്തി തന്നത് നിങ്ങളുടെ മുശാവറയിലുള്ള നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ മരുമകനും മകളുടെ ഭർത്താവായ ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ പ്രഭാഷകൻ, കമ്പ്യൂട്ടർ സഖാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏലംകുളം, അദ്ദേഹമാണ് ഈ സനത് വ്യാജമാണ് എന്ന് ആദ്യം എന്നെ അത് പരിചയപ്പെടുത്തിയിരുന്നത്, തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട്. അപ്പോ അതേ ഏലംകുളം സഖാഫി മണ്ണാർക്കാട് ഈ വിഷയത്തിൽ മുടിയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്ക് SKSSFുമായി ബന്ധപ്പെട്ട ഇസ്തിഖാമയിലെ പണ്ഡിതന്മാരുമായി ചർച്ചയ്ക്ക് ഈ മുടിയെ ന്യായീകരിക്കാൻ പോകുന്നതിൽ മുൻനിരയിൽ ഏലംകുളം റഷീദ് സഖാഫിയെ കാണുന്നു. ഇത് തിരുത്തലല്ലേ മൊയ്ലാരെ? ഇതൊന്നും തിരുത്തലല്ലെങ്കിൽ ഏതാ പിന്നെ തിരുത്തല്? 2, നൗഷാദ് ഹസനെ പറ്റി പറയുന്നു, പറഞ്ഞത് മാറ്റി പറയുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മ ഓരോന്ന് ഏറ്റെണ്ണ, ചുരുക്കി എണ്ണ. 1, മേലെ നിന്ന് തുടങ്ങാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഹാഫിദ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർ എന്ന് പറയുന്ന ഹാഫിദ് ഉസ്താദിനെ ഈ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് പൂനൂരിൽ സ്വന്തം മകൻ നടത്തുന്ന ഹക്കീം അസ്ഹരി നടത്തുന്ന സ്ഥാപനത്തിലൂടെയായിരുന്നു. ആ ഹാഫിദ് ഇപ്പൊ ശരിയല്ല എന്ന് കാന്തപുരം മുശാവറയിലൂടെ പറയേണ്ടി വന്നിരിക്കുന്നു. ആരാണ് തിരുത്തിയത്? 1. 2 പിടിച്ചോ, പേരോടത്ത് റഹ്മാൻ സഖാഫി ഈ നേല് വിഷയത്തിൽ തന്നെ അയാൾ എന്തൊക്കെ വാദങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ പിന്നെ മാറ്റി പറഞ്ഞു, പിന്നെ പറഞ്ഞ വീണ്ടും തിരുത്തി പറഞ്ഞു. ആദ്യം പറഞ്ഞ പിന്നെ കണ്ണാടി കാണുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഷർട്ടിന്റെ നേല് കാണുന്നു, വസ്ത്രത്തിന്റെ നേല് കാണുന്നു. പിന്നെ പറഞ്ഞു പിന്നെ അത് ചില സമയങ്ങളിൽ കാണുന്നു. എന്തൊക്കെ മൂപ്പര് മാറ്റി പറഞ്ഞു? ഞാൻ വ്യക്തമായി ചോദിച്ചു, മർക്കസിലുള്ള മുടി ഷേർ മുബാറക്ക് ആണ് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അത് ഷേർ മുബാറക്കാണെന്ന് ഓരിയിട്ടു. ഇതൊന്നും തിരുത്തലല്ലേ? കൊണ്ടുവന്ന മുടി തന്നെ തീർന്നിട്ടില്ല, പിന്നെ തീരുമാനമായിട്ടില്ല, എന്തോ ഒരു കഷ്ടം എന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു. അതേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്റ്റേജിൽ കയറിയിട്ട് അതേ പൊന്മള